ഇത് ഞങ്ങൾ വെള്ളത്തിന് ക്ഷാമമില്ല, ഞങ്ങൾക്ക് വെള്ളം സുലഭമായി കിട്ടുന്നുണ്ട്. പക്ഷേ വെള്ളത്തിൻ്റെ കളറ് ചുവന്ന വെള്ളമാണ്. ആ വെള്ളം നേരിട്ട് ഡയറക്റ്റ് എടുത്തു കഴിഞ്ഞ് പഞ്ചസാര കലക്കി കഴിഞ്ഞാൽ ഇതൊരു സ്ക്വാഷിൻ്റെ കളറിലേക്ക് കിട്ടും. കാരണം പ്രത്യേകിച്ച് വേറെ കളറൊന്നും കയറ്റേണ്ടതില്ല. അത്രയും ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് കതർ ഉപയോഗിക്കുന്ന ഒരാളാണ്. വെള്ള കതറാണ് കൃത്യമായിട്ട് ഉപയോഗിക്കാറ്. ആ വെള്ള കതർ കൃത്യമായിട്ട് വൈറ്റ്നെസ് കിട്ടാത്തൊരവസ്ഥ ഇതിനുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു സംവിധാനം ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത് നമ്മൾ ആദ്യം തന്നെ അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും അത് ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കുകയും ചെയ്തു. അതിപ്പോൾ ചെയ്തിട്ട് ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു. 4 വർഷത്തിലിടയ്ക്ക് 2 വർഷം സാധാരണഗതിയിലുള്ള എന്തായിരുന്നോ അതുപോലെ തന്നെ ആയിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത്. പക്ഷേ 2 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കിണർ ഈ സമയത്തൊക്കെ കൃത്യമായിട്ടൊരു ചുവന്ന കളറിലേക്കാണ് വെള്ളം വരാറുള്ളത്. ഇപ്പോൾ ആ റീചാർജിൻ്റെ ഒരു ഗുണം ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്യുവർ കണ്ണീര് പോലത്തെ വെള്ളം എന്ന് നമ്മൾ പറയാറില്ലേ, അത് അക്ഷരാർത്ഥത്തിൽ ശരി എന്നാണ് എൻ്റെ അനുഭവം. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് വെറുതെ വെള്ളം വേസ്റ്റായിട്ട് പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീഡ്ബാക്ക്, അത് എന്നെ സംബന്ധിച്ചിടത്തോളം 100% ഞാൻ അതിൽ ഹാപ്പിയാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ജില്ലാ ഭരണകൂടം നടപ്പിലാക്കിയിട്ടുള്ള മഴപ്പൊലിമ എന്ന ഈ പദ്ധതി ഇത് നടപ്പിലാക്കിയ 4 വർഷമായി. ഇത് ചുവന്ന വെള്ളത്തിൽ നിന്ന് കണ്ണീര് പോലത്തെ വെള്ളത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഈ മഴപ്പൊലിമ ഈ പദ്ധതി കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള എൻ്റെ സ്വന്തം അനുഭവം. ഞാനിപ്പോൾ ഇത് ഇവിടെ തുടക്കത്തിലുള്ള വെള്ളം ഇതിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പണി ചെയ്തത്. ഇനി അവിടുന്ന് അത് പെയ്ത് കഴിഞ്ഞ് നല്ല ക്ലിയർ വെള്ളം വരുമ്പോൾ ഇത് നമ്മൾ ബ്ലോക്ക് ചെയ്യും, നമ്മുടെ വെള്ളത്തിൽ